ശബരിമലയിൽ തിരക്ക് തുടരുന്നു. മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ അയ്യപ്പ ദർശനം സാധ്യമാകൂ. മരക്കൂട്ടം മുതൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണുള്ളത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് കൂടിത്തുടങ്ങിയ സാഹചര്യം ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ? തീർച്ചയായും ശബരിമലയിൽ വീണ്ടും തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്നലെ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മരക്കൂട്ടത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം കേന്ദ്ര സേനാ അംഗങ്ങളൊക്കെ തന്നെ എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്ക് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും മരക്കൂട്ടത്ത് ഇപ്പോഴും തിരക്ക് ഉണ്ട്. കൃത്യമായി തന്നെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തി വിടുന്നത്. എന്തായാലും പല ഇടങ്ങളിലും ഇന്നലെ തീർത്ഥാടകരും പോലീസും തമ്മിൽ വാക്കേറ്റവും തർക്കവും അതോടൊപ്പം തന്നെ വരി ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഇനി മണ്ഡലപൂജയിലേക്ക് കടക്കുകയാണ്. 27-ാം തീയതിയാണ് മണ്ഡലപൂജ. മണ്ഡലപൂജ സമയത്ത് ഈ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഇനിയെങ്കിലും ഒരുക്കിയില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. നേരത്തെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം നടന്നിരുന്നു. ദേവസ്വം മന്ത്രി തന്നെ നേരിട്ടെത്തി ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും തീർത്ഥാടകരെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നടപ്പാക്കിയില്ല. പ്രത്യേകിച്ച് ക്യൂ കോംപ്ലക്സുകളിലടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 12 മണിക്കൂറോളം ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട ഒരു ഗതികേടിലാണ് തീർത്ഥാടകർ. ആ ഒരു നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാളുന്ന ഒരു സാഹചര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്.